Assalamu alaikum. Good morning to all. Welcome to the Max class. How are you children? I hope all of you fine. So before starting the class, let's say dua for knowledge. Rabbi yassir wala tu'assir wa tamim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. In the previous class, we discussed about the addition of more than two numbers. Okay. So now take your page number 56. നമുക്കിനി കുറച്ച് word problems അത് ബേസ് ചെയ്ത് നമുക്ക് word problems ചെയ്യാം. So page number 56, third question, solve the word problems. A. In Rahul's garden, there are 25 neem trees, 30 people trees and 11 mango trees. What is the total number of trees in his garden? എന്തുവാണ് ക്വസ്റ്റ്യൻ? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടിൽ കൂടുതലായിട്ടുള്ള നമ്പേഴ്സ് തമ്മിൽ, അതായത് 2 ഡിജിറ്റ് നമ്പേഴ്സ് തന്നെ നമ്മൾ 3 നമ്പേഴ്സ് വെച്ച് ആഡ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. രാഹുലിൻ്റെ ഗാർഡനിൽ 25 നീം ട്രീസ് ഉണ്ട്, 13 പീപ്പിൾ ട്രീസ് ഉണ്ട് ആൻഡ് 11 മാംഗോസ് ട്രീസ് ഉണ്ട്. എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ഇൻ എ ഗാർഡൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഗാർഡനിലുള്ള എല്ലാ ട്രീസിൻ്റെയും എന്താണ് ചോദിച്ചേക്കുന്നത്? ടോട്ടൽ. ഓക്കെ. സോ ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ തന്നേക്കുന്ന നമ്പേഴ്സ് എല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. സോ ആഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, number of neem trees is equal to, okay, അതിൽ നോക്കേ, number of neem trees എത്രയാണെന്ന് പറഞ്ഞേ? 25. So next one, number of people trees. So people trees എത്രയാണ്? 13. Okay. So next, number of mangoes trees. So mango trees എത്രയാണ്? 11. ഓക്കെ. സോ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ്. ആ ഗാർഡനിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് is equal to, ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നേക്കുന്ന 3 നമ്പേഴ്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ. സോ ഇത് വൺസിൻ്റെ പ്ലേസ്, ഇത് ടെൻസിൻ്റെ പ്ലേസ്. ഓക്കെ. ആഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് us first add ones place number. Okay. 5 plus 3 is equal to 8. 8 plus 1 is equal to 9. നെക്സ്റ്റ് വൺ ഏതാ? ടെൻസിൻ്റെ പ്ലേസ് നമ്മൾ ആഡ് ചെയ്യാം. 2 plus 1 is equal to 3. 3 plus 1 is equal to 4. So the answer is 49. The total number of trees 49. അതായത് ആ ഗാർഡനിലെ ട്രീസ് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി ടോട്ടൽ? 49. നിങ്ങൾ ഇത് തന്നെ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ. So take it page number 57. B question. Raghu's mother made 15 cookies on Friday, 18 cookies on Saturday and 30 cookies on Sunday. How many cookies did she made in the 3 days? Question എന്താണ്? രഘുവിൻ്റെ മദർ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രൈഡേയിൽ 15 കുക്കീസ് പ്രിപ്പയർ ചെയ്തു. നെക്സ്റ്റ് സാറ്റർഡേയിൽ 18 കുക്കീസ്
ആൻഡ് സൺഡേയിൽ 30 കുക്കീസും ഉണ്ടാക്കി. ഓക്കെ, സോ ഹൗ മെനി കുക്കീസ് ഡിഡ് ഷീ മെയ്ഡ് ഇൻ 3 days? എങ്കിൽ ആ 3 ഡേയ്സിലും കൂടി രഘുവിൻ്റെ മദർ എത്ര കുക്കീസാണ് ഉണ്ടാക്കിയത്? ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ എഴുതേണ്ടത്? ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഫ്രൈഡേയിൽ എത്ര കുക്കീസ് ഉണ്ടാക്കി, അടുത്ത സ്റ്റെപ്പ് എന്താണ്, സാറ്റർഡേയിൽ എത്ര കുക്കീസ് ഉണ്ടാക്കി, ആൻഡ് തേർഡ് സ്റ്റെപ്പ് സൺഡേയിൽ എത്ര കുക്കീസ് ഉണ്ടാക്കി. ഓക്കെ, സെൻഡ് ദെൻ ടോട്ടൽ നമ്പർ ഓഫ് കുക്കീസ്. നമുക്ക് സോൾവ് ചെയ്യാം. ബി ക്വസ്റ്റ്യൻ, കുക്കീസ് മെയ്ഡ് on Friday എത്ര കുക്കീസാണ് ഫ്രൈഡേയിൽ ഉണ്ടാക്കിയത്? 15. കുക്കീസ് മെയ്ഡ് ഓൺ Saturday. Next one, cookies made on Sunday. സൺഡേയിൽ എത്ര കുക്കീസാണ് ഉണ്ടാക്കിയത് നോക്കേ, നിങ്ങൾ നോക്കി പറയാ എത്ര കുക്കീസാണ് ഉണ്ടാക്കിയത്? 30. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ഫ്രൈഡേയിലും സാറ്റർഡേയിലും സൺഡേയിലും ഉണ്ടാക്കിയ കുക്കീസിൻ്റെ നമ്മൾ എണ്ണം എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ലാസ്റ്റ് നോക്കിയേ, ഹൗ മെനി കുക്കീസ് ഡിഡ് ഷീ മേക്ക് ഇൻ ദി 3 days? ആ 3 ഡേയ്സിലും കൂടി, ഈ 3 ഡേയ്സിലും കൂടി രഘുവിൻ്റെ മദർ പ്രിപ്പയർ ചെയ്ത കുക്കീസിൻ്റെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് കുക്കീസ്. ഈക്വൽ ടു ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ തന്നേക്കുന്ന 3 നമ്പേഴ്സും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ 1's place, 10's place. So let us first add 1's place number, that is 5 plus 8 is equal to 5 plus 8 is equal to 13. 13 plus 0 is equal to 13. ഏതൊരു നമ്പറിൻ്റെ കൂടെയും 0 ആഡ് ചെയ്താൽ സെയിം നമ്പർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. സോ 13ൻ്റെ കൂടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 13 തന്നെ ആയിരിക്കും കിട്ടുന്നത്. സോ 3 is in the 1's place and 1 10's carry over to the 1's place. Sorry, 10's place. സോ 13ലെ 1'ൻ്റെ പ്ലേസിലുള്ള 3 നമ്മൾ ഇവിടുത്തെ പ്ലേസ് വാല്യൂ ടേബിളിനകത്തുള്ള വൺസിൻ്റെ കോളത്തിൽ എഴുതി. എന്നിട്ട് 13-നകത്തുള്ള 10's പ്ലേസിലുള്ള 1 നമ്മൾ ക്യാരി ഓവർ ടു ദി 10's പ്ലേസിൽ എഴുതി. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് ടു ആഡ് ദ 10's പ്ലേസ് നമ്പേഴ്സ്, ദാറ്റ് ഈസ് 1 പ്ലസ് 1 is equal to 2. 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പം 2, 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പം 3, 3ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പം 6. സോ ദ ആൻസർ ഈസ് 63. സോ ഈ മൂന്ന് ഡേയ്സിലും കൂടി രഘുവിൻ്റെ മദർ പ്രിപ്പയർ ചെയ്ത കുക്കീസിൻ്റെ ടോട്ടലാണ് 63. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഒന്നുമില്ല, നമ്മുടെ ആ നമ്പേഴ്സ് തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ത് ചെയ്താൽ മതി? എല്ലാം കൂടെ ഒന്നിച്ച് നമ്മളങ്ങ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, next is C. Bridge and his friends blow balloons to decorate the house for his birthday party. Bridge blows 22, Renu blows 19 and Rajan blows 14 balloons. Who has blown the maximum number of balloons? How many balloons have they blown in all?
ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ നമ്മൾ ബർത്ത്ഡേക്കൊക്കെ എന്ത് ചെയ്യും? ബലൂണൊക്കെ നമ്മൾ ഊതി പെരുപ്പിക്കും അല്ലേ? സോ അങ്ങനെ ബ്രിഡ്ജും അവൻ്റെ ഫ്രണ്ട്സും കൂടി എന്ത് ചെയ്തു? ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് എന്ത് ചെയ്തു? ബലൂൺ എല്ലാം ഉപയോഗിച്ച് നമ്മൾ ഹൗസ് ഡെക്കറേറ്റ് ചെയ്തു. ഓക്കെ, അതിൽ ബ്രിഡ്ജ് എന്ത് ചെയ്ത് 22 ദാറ്റ് ഈസ് 22 ബലൂൺസ് ആണ് ഊതി പെരുപ്പിച്ചത്. റെനു ആണെങ്കിലോ 19 ബലൂൺസ്. ദെൻ രാജൻ ആണെങ്കിൽ 14 ബലൂൺസ്. ഓക്കെ, സോ അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ഹൂ ഹാസ് ബ്ലോൺ ദ മാക്സിമം നമ്പർ ഓഫ് ബലൂൺസ്? എങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബലൂൺസ് ആരാണ് ഊതിപ്പെരുപ്പിച്ചത്? എന്തോ നോക്കിയേ, ബ്രിഡ്ജ് 22 ബലൂൺസും റെനു 19 ബലൂൺസും രാജൻ 14 ബലൂൺസുമാണ് ഊതിപ്പെരുപ്പിച്ചത്. നോക്കേ, ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? ആ നമ്പറിലുള്ള ഏറ്റവും കൂടുതൽ ആരായിരിക്കും ബലൂൺസ് ഊതിപ്പെരുപ്പിച്ചത്? 22 ബലൂൺസ് ഊതിപ്പെരുപ്പിച്ച ബ്രിഡ്ജ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബലൂൺസ് എന്ത് ചെയ്തത്? ഊതിപ്പെരുപ്പിച്ചത്. ഓക്കെ, സോ നിങ്ങൾ ആ ഡാഷ് ഇട്ടിരിക്കുന്നിടയ്ക്ക് ആരുടെ പേര് എഴുതണം? ബ്രിഡ്ജ്. ഓക്കെ, ഹൂ ഹാസ് ബ്ലോൺ ദ മാക്സിമം നമ്പർ ഓഫ് ബലൂൺസ്? ഡാഷ് കൊടുത്തേക്കുന്നില്ലേ, അവിടെ നിങ്ങൾ ബ്രിഡ്ജിൻ്റെ പേര് എഴുതണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ തന്നെ ഏതാണ്? ഹൗ മെനി ബലൂൺസ് ഹാവ് ദേ ബ്ലോൺ ഇൻ ഓൾ? എങ്കിൽ ഈ 3 പേരും കൂടി എത്ര ബലൂൺസ് ആണ് ഊതിപ്പെരുപ്പിച്ചതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് വൺ എന്തുവാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കേ, ബലൂൺസ് ബ്ലോൺ by bridge. എത്രയാണ്? 22. Then next step, balloons blown by Renu 19. റിനുവിന് എത്ര ബലൂണാണ് ഊതിപ്പെരുപ്പിച്ചത്? 19. നെക്സ്റ്റ്, ബലൂൺസ് ബ്ലോൺ ബൈ രാജൻ. രാജൻ എത്ര ബലൂൺസ് ആണ് ഊതിപ്പെരുപ്പിച്ചത്? നോക്കേ, അതായത് നോക്കേ, 14. സോ ഇനി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഹൗ മെനി ബലൂൺസ് ഹാവ് ദേ blown in all? ഓക്കെ, so the total number of balloons blown. സോ ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ 3 നമ്പേഴ്സ് കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ വൺസ് ടെൻസ് പ്ലേസ്, സോ ഫസ്റ്റ് ഏത് പ്ലേസിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്? വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്. 2 + 9 = 11. 2 + 9 = 11. 11 + 4 = 15. 11 + 4 = 15. So 5 is in the ones place and 110 carry over to the tens place. Okay. So next we have to add the tens place number, that is 1 + 2 = 3. 3 + 1 = 4. 4 + 1 = 5. So the total number of balloons blown is 55. So we get 55. അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് എത്ര ബലൂൺസ് ഉണ്ടായിരുന്നു? 55. ഇസ് ഇറ്റ് ക്ലിയർ? സോ നെക്സ്റ്റ് ഡി നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ ഫിനിഷ് ആയിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊക്കെ ചോദിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. അസ്സലാമു അലൈക്കും.